മലയൻകീഴ് യുവതി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചതിൽ നടുക്കുന്ന സംഭവത്തിന് പിന്നിലെ ഭർത്താവിന്റെ ക്രൂരത അതുകൂടി ഇപ്പോൾ വ്യക്തമാകുന്നു. ഭർത്തൃമാതാവിന്റെ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ തന്നെയാണ് ആ പെൺകുട്ടി മരിക്കാനുള്ള പ്രത്യേകമായ കാരണമെന്നും 30 വയസ്സുള്ള കാവ്യയുടെ മരണത്തിന് എല്ലാവിധ കാര്യങ്ങളും അമ്മായിയമ്മ അതായത് ഭർത്തൃമാതാവ് തന്നെയാണ് ഏൽക്കേണ്ടതെന്നുമാണ് ഇപ്പോൾ എല്ലാവരുടെയും രോക്ഷം. എല്ലാ നാട്ടുകാരും അവിടെയുള്ള ബന്ധുക്കളും ഈ പെൺകുട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളും എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ട് എത്തുന്നത്. വിളവൂർക്കൽ സ്വദേശി വിഷ്ണുവിന്റെ ഭാര്യയായ കാവ്യ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയതായി കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ നാളു മുതൽ കാവ്യ അനുഭവിച്ചത് നരകയാതനയാണെന്ന് ഭർത്തൃമാതാവിന്റെ പീഡനമാണെന്നും മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും കാവ്യയുടെ മാതാവായ ശാന്തയും സഹോദരൻ ശ്യാമും ആരോപിച്ച് രംഗത്തെത്തുന്നതോടെ തന്നെയാണ് ഈ കേസിലെ നിർണായക തെളിവുകളായി തന്നെ ഇത് മാറുന്നത് എന്ന് കൃത്യമായി പറയാം. ഓരോ തവണയും പ്രേക്ഷകർ ഇതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് നോക്കിക്കാണുന്നത്. ചിക്കൻ കറി കൂടുതൽ കഴിച്ചുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ഭർത്തൃമാതാവ് വീട്ടിൽ വലിയ വഴക്കുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നിലെ ബാത്റൂമിൽ കയറി കാവ്യ കരഞ്ഞുകൊണ്ട് ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിരുന്നതായും അമ്മ വെളിപ്പെടുത്തി. ഇതിന് തൊട്ടു പിന്നാലെയാണ് കാവ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാവ്യയുടെ ഭർത്താവ് വിഷ്ണു നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. എന്നാൽ കാവ്യ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്ന് പിന്നീട് പറഞ്ഞ ഭർത്തൃമാതാവ് നിരന്തരം ജാതി അധിക്ഷേപം നടത്തിയിരുന്നു. സ്ത്രീധനം കുറഞ്ഞു പോയെന്ന പേരും അതിൽ കൂടി പറയുകയും വീട്ടിൽ നിന്നും വഴക്കുമായിരുന്നു. മകളെ പലതവണ ദിവസങ്ങളിലും പട്ടിണിക്കിട്ടതും സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോലും ഭർത്തൃമാതാവ് സമ്മതിച്ചിരുന്നില്ലെന്നും അമ്മ ശാന്ത പറയുന്നു. 2 മാസം മുൻപാണ് കാവ്യ അവസാനമായി സ്വന്തം വീട്ടിലേക്ക് വന്നത്. മകൾക്ക് ആ വീട്ടിൽ ഒരിക്കലും സ്വസ്ഥത ലഭിച്ചിരുന്നില്ല. ഭർത്താവ് വിഷ്ണു പൂർണ്ണമായും അമ്മയുടെ വാക്കുകേട്ടാണ് നടന്നതെന്നും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഓർത്തു മാത്രമാണ് കാവ്യ നരകത്തിൽ സഹിച്ചതെന്നുമാണ് സഹോദരൻ ശ്യാം പറയുന്നത്. കാവ്യ ഭർത്തൃമാതാവ് ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും സഹോദരൻ ആരോപിക്കുന്നു. ജനലിൽ തൂങ്ങി മരിച്ചെന്നാണ് തങ്ങളെ വിഷ്ണുവിന്റെ വീട്ടുകാർ അറിയിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30യോടെയാണ് സംഭവം നാട്ടുകാരെയും കുടുംബത്തെയും അറിയിക്കുന്നത്. ഭർത്തൃമാതാവിന്റെ കടുത്ത ക്രൂരതയും അധിക്ഷേപവുമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന് കാവ്യയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ മലയൻകീഴ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഭർത്തൃവീട്ടിലെ പീഡനങ്ങളെക്കുറിച്ചുള്ള വിശദമായ മൊഴി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുൻപും മകൾ ഇത്തരത്തിൽ പരാതി പറഞ്ഞത് ഞങ്ങൾ എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മകളുടെ അവസ്ഥയോർത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാത്തത്. മകളുടെ അവസ്ഥ എന്താകുമെന്നുള്ള ഭയവും ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ ഉള്ള കാര്യം എന്നുകൂടി പറയുന്നു. എല്ലാവരും ഇപ്പോൾ കാവ്യയുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് തന്നെ പറയുകയാണ്. വീട്ടിലെ ഒരു വല്ലാത്ത അവസ്ഥയാണ് കാവ്യ ഇങ്ങനെ കൊണ്ട് എത്തിച്ചത്. അമ്മായിയമ്മയുടെ ക്രൂര പീഡനം മാത്രമല്ല എന്നും ഇത്തരത്തിൽ കാവ്യയ്ക്കൊന്നും തുറന്നു പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നുപോയത് തന്നെയാണ് ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണമെന്നും എല്ലാവരും കാവ്യയെ പിന്തുണച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തുകയും ചെയ്യുന്നു.